പ്രകാശം നിറഞ്ഞിരിക്കുന്ന യേശുവേ, നിൻ്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. സ്വർഗീയ പിതാവിൻ്റെ രശ്മിയായുള്ളവേ, സർവ്വസൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശം നീയാകയാൽ നിൻ്റെ ശോഭയുള്ള പ്രകാശം കൊണ്ട് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പ്രകാശത്തട്ടുകളിൽ വസിക്കുന്ന നീതിമാനും പരിശുദ്ധനുമായുള്ളവേ, ദോഷകരമായ വികാരങ്ങളെയും നിന്ദ്യമായ വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിലക്കി ഹൃദയവെടിപ്പോടെ നീതിയിൻ ക്രിയകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 40ാമത്തെ ഗീതം പാടി ശുശ്രൂഷ ആരംഭിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 40. വെളിവു നിറഞ്ഞ രക്ഷകനെ നിൻ വെളിച്ചം കൊണ്ട് ഇരുൾവാസികളാം ഞങ്ങളിന്ന് വെളിച്ചം കാണുന്നു. സ്വർഗ്ഗസ്ഥ പിതാവിൻ കാതിരേ ശോഭിപ്പിക്ക ഞങ്ങളെയും.
ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദിസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കുറിയേലായിസോൻ കുറിയേലായിസോൻ
ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളും ഈ അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നും സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൽ മനസ്സൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. സുധാകരണ ബലികളെ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ മിശ്രിത മണ്ഡലങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ പരിശുദ്ധ റൂഹായുടെ നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവം നിന്റെ ഈ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയത് ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരന്മാരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന ലൂക്കോസ് എവൻഗേലിയസ്തൻ എഴുതിയ ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ. വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ ജനനത്തിന് മുൻപേ ഇവ ഇപ്രകാരം സംഭവിച്ചു. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവിടെ അടുക്കൽ ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്കുകേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ച് ദൂതൻ അവളോട്, മറിയേ, ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച്
ഒരു മകനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവന് യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബേത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ പ്രസവിക്കും. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. Barikimos taumen kalos. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും നിരപ്പും യാചിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും പാപദാസ്യത്തിൽ നമ്മെ വീണ്ടുകൊള്ളുകയും തൻ്റെ വിലയേറിയ രക്തത്താൽ പുത്ര സ്വീകാര്യത്തിന് നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാനാചാര്യനുമായ മശിഹാ തമ്പുരാനെ, ദൈവികമായ ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ഈ ആരാധനയും അർപ്പിക്കുന്നു. ഹോശോ ബുബകുൽസിൽബാനിൽ ഉൽമിൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും
ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായിച്ച് ഇല്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം വലിപ്പമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. സമാധാനത്തിൻ്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അന്ത്യത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും ഞങ്ങളെല്ലാം ഇപ്പോഴും കരേറ്റിക്കൊള്ളുവാനായിട്ട് തന്നെ ആയത് ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തൻ്റെ ആടുകൾക്കു വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയിടേനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ നീ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്വത്തെ സ്തുതിക്കുന്ന ക്രോബേന്മാരോടും നിനക്ക് കാദീശ് പാടുന്ന ശ്രാബേന്മാരോട് കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെയും ഞാൻ നിന്ന് നിന്റെ ഈ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, ദിഷ്ടിതക്കാരുടെ മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഈ ഇടവകയിലെ ആടുകളിന്മേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ എല്ലാം കുറ്റങ്ങളെ നീ മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒത്തുകൂടുകയും ചെയ്യണമേ. നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളോടുകൂടെ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിറങ്ങി വന്ന് ഞങ്ങളുടെ ഈ കുർബാനയിൽ പ്രസാദിച്ച് അവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായിട്ട് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്ങ് ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ. ആയത് ഇപ്പോഴും എപ്പോഴും എല്ലാ ഇപ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായി നാം ഉത്തരമായിട്ട് പറയണം: പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ആകുന്നു, ജീവൻ
വിശുദ്ധിയുമുള്ള ഏകറൂഹായും പരിശുദ്ധൻ ആകുന്നു. ഞാനും വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകനും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യവും ജനിച്ചും സൃഷ്ടിയില്ലാത്തതും പത്തുപിതാവിനോട് വ്യക്തമായ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചതേയും മരിച്ചതേയും മരിപ്പാൻ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ബാറയ്ക്കുമോ സൗമൻ കാലോസ് കുറിയേലായിസോ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ലോകത്ത് ജീവിക്കുവാൻ, പ്രത്യേകിച്ച് ഈ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുവാൻ തരുന്ന നല്ല അവസരങ്ങൾക്ക്, സൗഭാഗ്യങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതം അർപ്പണമാകുവാൻ, ത്യാഗമായി തീരുവാൻ ദൈവം തമ്പുരാനെ സഹായിക്കണമേ. അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെയെല്ലാം നീ അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും സുവിശേഷീകരണത്തിനും ഇടവകയുടെ നന്മയ്ക്കുമാക്കി തീർക്കണമേ. ഈ ചെറിയ സമർപ്പണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമർപ്പണമായി അംഗീകരിക്കണം. തരുന്ന വചനത്തിനായി സ്തോത്രം. ഏറ്റവും വലിയ ദാനം തന്നല്ലോ. വചനമായി, ജഡമായി നീ ഞങ്ങളോടൊത്ത് വസിക്കുന്ന ദൈവമാകുന്നുവല്ലോ. അതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് നമ്മുടെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് റവറൻഡ് ഡോക്ടർ ജോസ് പുന്നമടം അച്ഛനാണ്. സഭയിലെ അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ അച്ഛനെ നിങ്ങൾ പലർക്കും പരിചയമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കുറ്റപ്പുഴയ്ക്കടുത്ത് അണ്ണവട്ടം എബനേസർ ഇടവക വികാരിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ 1994-98 കാലയളവിൽ മുംബൈയിൽ ഡോംബിവിലി ഇടവക വികാരിയായി പ്രവർത്തിച്ചിരുന്നു. കൂടാതെ കോട്ടയം, ജെറുസലേം, UK എന്നിവിടങ്ങളിൽ ശുശ്രൂഷ നിർവഹിച്ച അച്ഛൻ മാർത്തോമ പ്രസ് ഡയറക്ടർ, അതുപോലെ തന്നെ സഭയുടെ ആനിമേഷൻ ആൻഡ് മ്യൂസിയം ഡയറക്ടർ എന്നീ നിലകളിലും ധന്യമായ ശുശ്രൂഷ നിർവഹിച്ചു. പ്രിയപ്പെട്ട അച്ഛൻ ഓതറ സ്വദേശിയാണ്. 1996
വെസ്റ്റേൺ ഇന്ത്യ യൂത്ത് കോൺഫറൻസിൽ അച്ഛനോടൊപ്പം ചേർന്ന് എനിക്ക് പ്രവർത്തിപ്പാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് കോൺഫറൻസിൻ്റെ ബുക്ക്ലെറ്റ് ക്രോസ് എ ചലഞ്ച് എന്ന തീമിനെ അടിസ്ഥാനമാക്കി പ്രിയപ്പെട്ട അച്ഛൻ ഡിസൈൻ ചെയ്തതിനെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. അന്നു മുതൽ അച്ഛനുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു സ്നേഹബന്ധം നിലനിർത്തുവാൻ എനിക്കും സാധിക്കുന്നു. തിരുവല്ല SES ഹൈസ്കൂൾ സ്റ്റുഡൻസ് കൗൺസിലറായി പുഷ്പ കൊച്ചമ്മയും ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. കൊച്ചമ്മയും ഇന്ന് ആരാധനയിൽ നമ്മോടൊപ്പം സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും കൊച്ചമ്മയെയും ഏറ്റവും സ്നേഹത്തോടെ ഹാർദവുമായി ഇടവകയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട ജോസ് പുന്നമടച്ചനും പുഷ്പ കൊച്ചമ്മയും ഇന്ന് നമ്മളോടൊപ്പം സംബന്ധിക്കുന്നു. ഏറെ സന്തോഷമുണ്ട്. ജോസ് പുന്നമടച്ചൻ എൻ്റെ അധ്യാപകനാണ്. സെമിനാരിയിൽ 4ാമത്തെ വർഷം എന്നെ കമ്മ്യൂണിക്കേഷൻ പഠിപ്പിച്ച ആളാണ് പ്രിയപ്പെട്ട ജോസ് പുന്നമടച്ചൻ. മാത്രമല്ല അഭിമന്യ തിരുമേനി ജോസഫ് മാർ ഐറീനിസ് എപ്പിസ്കോപ്പ തിരുമേനി സെമിനാരിയിൽ നിന്ന് തിരുമേനിയുടെ സെക്രട്ടറിയായി ഒരാളെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ജോസ് പുന്നമടച്ചനാണ് ഇങ്ങനെ ഒരു ചെറുക്കൻ അവിടെ ഉണ്ട് എന്ന് തിരുമേനിക്ക് ബോധ്യപ്പെടുത്തിയതും തുടർന്ന് പ്രിൻസിപ്പലിനെ വിളിച്ച് എന്നോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പ്രിൻസിപ്പലിൻ്റെ ഫീഡ്ബാക്ക് കൂടെ എടുത്ത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത് ഈ തിരുമേനിയുടെ സെക്രട്ടറി ആക്കുന്നതിന് തിരുമേനി പരിശ്രമിക്കുവാൻ ഇടയായി തീർന്നു. എനിക്ക് ഏറെ കടപ്പാട് പ്രിയപ്പെട്ട ജോസ് പുന്നമടച്ചനോടും പുഷ്പ കൊച്ചമ്മയോടുമുണ്ട്. പുഷ്പ കൊച്ചമ്മ ഈ നാളുകളിലൊക്കെ അനുഗ്രഹീതമായ നേതൃത്വം ബസ്കിയാമോസ് ഫെലോഷിപ്പിന് നൽകുന്നു എന്നുള്ളത് ഏറെ സന്തോഷദായകമാണ്. പ്രിയപ്പെട്ട സെക്രട്ടറി വളരെ വിശുദ്ധമായി പരിചയപ്പെടുത്തി. ഇനിയും ഒരു പരിചയപ്പെടുത്തലിന് പ്രസക്തിയില്ല. അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയപ്പെട്ട ജോസ് പുന്നമടച്ചനെയും പുഷ്പ കൊച്ചമ്മയെയും വാശി സെയിൻറ്റ് പോൾസ് മാർത്തോമ ഇടവകയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ആരാധന സമൂഹമായി ഞങ്ങൾ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയം കർത്താവേ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്നപ്പോൾ ദൈവമേ, ഞങ്ങളെ സമർപ്പണബോധത്തോട് തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളിവിടെ തലവണക്കിരിക്കുന്ന ഓരോ വ്യക്തികളെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ദൈവമേ, ഞങ്ങളുടെ അച്ഛന്മാരെ 3 പേരെയും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വചനം സംസാരിച്ച് നിൻ്റെ മകനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുടുംബമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം കർത്താവേ. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുവാൻ കർത്താവേ, ഞങ്ങൾ സമർപ്പണബോധത്തോടുകൂടി ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. ഒരാഴ്ചക്കാലം നീ ഞങ്ങളെ പരിപാലിച്ച കൃപയോർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടി നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ആ സമർപ്പണ ബോധത്തോട് തിരുസന്നിധിയിലേക്ക് അടുത്തു വരാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. തിരുമേശയിലേക്ക് അടുത്തു വരുന്ന ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കുറവുകളോ കുറ്റങ്ങളൊക്കെയും തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവേ, യഥാർത്ഥമായി നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പണത്തോട് വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ നീ എവിടുന്ന് ഉറപ്പിക്കുമാറാകണമേ നാഥ. നിൻ്റെ കൃപയല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കില്ല എന്ന് കർത്താവേ വചനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ച് തോർത്ത് ഞങ്ങൾ നിന്നെ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലം കർത്താവേ ഭയപ്പെടേണ്ട എന്നുള്ള ശബ്ദം കേൾക്കുവാൻ തിരുസന്നിധിയിൽ ഞങ്ങളെ ഉറപ്പും ധൈര്യമുള്ളവരായി ജീവിപ്പാൻ, നിനക്ക് വേണ്ടി ജീവിപ്പാൻ, സമർപ്പണത്തോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണം കർത്താവെ. തലവണക്കിരിക്കുന്ന ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അല്പസമയം കൂടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഇരിക്കട്ടെ കർത്താവെ. മാനവ മോഹത്വം അങ്ങേക്ക് മാത്രമുള്ളതാകുന്നു. യേശുവൻ മൂലം അപേക്ഷിക്കുന്നു, ദയോടെ കേട്ട് ഉത്തരമരലുമാറാകണമേ. ആമേൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായി ഒരുങ്ങി വന്നിട്ടുള്ളവർ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായി അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥന എൻ്റെ പിന്നാലെ ഏറ്റുചൊല്ലാം. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശീഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച്
സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും അപാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോട് കൂടെ പ്രാർത്ഥിപ്പീൻ. സകലത്തിൻ്റെയും ദൈവവും കർത്താവുമായുള്ളവേ, അയോഗ്യരായി ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. ആയത് ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. വിശുദ്ധ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം.
കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങളിൽ വസിക്കുകയും താണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കാൽ നിന്റെ തിരുസന്നതയിൽ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാവുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെയല്ല ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവസൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും സത്യമായി യോഗ്യവും ന്യായവുമാകുന്നു. ശരീരികളും അശരീരികളുമാകുന്ന വാനസ്നേഹമാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരായ മാലാഖമാരും ക്രോബേന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ടേ അന്യോന്യം പറന്ന് ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്ഥപാടി ചൊല്ലുന്ന ആറാറ് ചിറകുള്ള ശ്രാബേന്മാരും സ്തുതിക്കുന്നവനെ നാമും സ്തുതിക്കണം. പാപമില്ലാത്തവൻ പാപികളായി നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ തൃക്കൈകളിൽ അപ്പമെടുത്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്ലേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് അരുൾ ചെയ്തു. അപ്രകാരം തന്നെ കാസായും അവൻ എടുത്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്ലേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇതനേകർക്കു വേണ്ടി പാപവിമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്ന് അരുൾ ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം
അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തുന്നതിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരമായിരിപ്പാ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ. കസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിപ്പാ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, കൈക്കൊള്ളുന്നവരുടെ ദേഹി ആത്മാക്കളെ നിന്റെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായി തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിപരീതക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകളിൽ നിന്ന് അവസാനത്തോളം ഇതിനെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു. ആയത് ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ, 4 ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നേന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കിമാർ കൂറിലോസ്, ജോസഫ് മാർ ബർന്നബാസ് എന്നീ സവർഗൻ മെത്രാപ്പൊലീത്താമാരെയും തോമസ് മാർ തിമോത്തിയോസ്, ഐസക് മാർ ഫീലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്കറിയാസ് മാർ അപ്രേം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ശമാശന്മാർ മുതലായി പട്ടത്തുതിരടുത്ത എല്ലാവരെയും സന്യസ്തർ സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. കർത്താവേ, വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരും നീ ഓർത്ത് നിങ്ങൾ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്തുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴെ അവരെ നടത്തേണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന
വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉറപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രവൃത്തിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെ ഉടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുള്ള തൻ്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. ഏകനായ കർത്താവേ, നിന്റെ തൃക്കൈയിൽ ഞങ്ങൾ ജീവനെ പരമേൽപ്പിച്ച് അനുഗ്രഹങ്ങൾ ഇരക്കുന്നു. നല്ലവനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവവും സമർപ്പിക്കാം. ഈ മുംബൈയിൽ പ്രവാസ ലോകമായി മലങ്കര സഭയുടെ മക്കളായി ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരായി തീരുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചല്ലോ. വന്ന വഴികൾ ഓർത്താൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ അർപ്പണം ചെയ്യുവാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ കണ്ണിൽ കാരുണ്യമുണ്ടോ? നമ്മുടെ കണ്ണിൽ കണ്ണീരുണ്ടോ? കൃപ ലഭിച്ചവരെ, നിനക്ക് സമാധാനം, ദൈവത്തിൻ്റെ കൃപ നിനക്കുണ്ടാവട്ടെ. എത്രയെത്ര അനുഗ്രഹങ്ങളിൽ ദൈവം നമ്മെ നടത്തി. രോഗത്തിൽ, പ്രയാസത്തിൽ, വേദനയിൽ, ഏകാന്തതയിൽ ദൈവം നമ്മെ നടത്തി. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കുവാനും വലുതാക്കുവാനും സാധിച്ചു. ഇപ്പോഴും അങ്ങനെ ആരംഭിച്ചവരുണ്ടല്ലോ. അവർക്കൊരു പ്രത്യാശയോടെ ദൂത് കൊടുക്കുവാൻ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല എന്ന് പറയുവാനിടയാക്കണമേ. ഒരു ഭദ്രാസനത്തിനു വേണ്ടി ആഗ്രഹിച്ചു, ഒരു തിരുമേനിയുടെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അതെല്ലാം നടന്നല്ലോ. നമ്മുടെ മിഷൻ ഫീൽഡുകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സുവിശേഷകരെയും, ഇടവേളി പ്രവർത്തിക്കുന്ന എല്ലാ അച്ഛന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വനുസ് തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുവിശേഷകരെ ഓർക്കാം. ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വന്ന വഴികളിൽ ഇമ്മാനുവൽ ദൈവമായി ജീവിതത്തിൻ്റെ വഴിത്താരകൾ അമ്മൗസ് റോഡുകളാക്കി തീർത്ത കരുണാമയനായ ദൈവം, ആ ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കാം. നമ്മുടെ ഇടവകയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിന് വേണ്ടി നാം ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ ആവശ്യങ്ങളറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ത്യാഗം കൂടാതെ ദാനം അതർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട നിമിഷം കൂടിയാണല്ലോ. കന്യമറിയാം ഒന്നും പ്രതീക്ഷിക്കാതെ തമ്പുരാൻ്റെ അമ്മയായി, സമാരാധ്യയായി, ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരമ്മയായി തീർന്നിട്ടുണ്ടല്ലോ. ഇതാ ഞാൻ നിൻ്റെ ദാസി ദാസൻ, ഒപ്പം ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ നമുക്കിടയാക്കണമേ. എല്ലാ കാര്യങ്ങളും ദൈവമുമ്പാകെ സമർപ്പിക്കാം. ഈ ഇവിടെയുള്ള ഓഫീസ് സംവിധാനം, തിരുമേനിയുടെ കൂടെ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ, അവരിവിടെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ കരുതൽ, തണൽ, സഹകരണം
സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരെ ശാസിക്കുവാനും നമുക്ക് അധികാരമുണ്ടല്ലോ. നമുക്ക് സ്നേഹത്തിലൂടെ തെറ്റുകളെ പറഞ്ഞു കൊടുക്കുവാൻ അധികാരമുണ്ടല്ലോ. അതിലുപരിയായി അവരോട് ചേർന്ന് നിന്ന് കാര്യവിചാരകത്വം നടത്തുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ജോർജ് ജോണച്ചനും കുടുംബത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട അച്ഛന്മാരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സെൻറ്ററിലുള്ള എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അലനച്ഛനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ ഇടവേളയുടെ എല്ലാ ആവശ്യങ്ങളും ഓർക്കാം. എല്ലാ കർമ്മ പദ്ധതികളും സന്തോഷത്തിൻ്റെ നിമിഷമാക്കി ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ പോലും ആഘോഷമാക്കി തീർത്ത് സെലിബ്രേറ്റ് ചെയ്യുവാൻ കൊയ്ത്ത് പെരുന്നാളായി ആഘോഷിക്കുവാനിടയാക്കിയല്ലോ. ഇതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയെ നമുക്ക് മാനിക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വലിയവനും ബലവാനുമായ ദൈവമേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ ദൈവികമായ ഈ ദാനത്തിന് ഞങ്ങളെ നീ വിളിച്ചടിപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇത് ഹേതുവായിട്ട് പിതാവേ, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധരുവായേ, ഞങ്ങൾ വന്ദിക്കുന്നു. തെളിഞ്ഞ ബോധത്തോടും നിർമ്മല നിരൂപണത്തോടും നിഷ്കളങ്ക ഹൃദയത്തോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച ആ കർത്തൃപ്രാർത്ഥനയെ ഞങ്ങൾ പാടി സർവവല്ലഭനും സ്വർഗസ്ഥനുമായ പിതാവേ എന്ന് ഞങ്ങൾ നമസ്കരിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധി മോദൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. ബാറക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദി മുതൽ എന്നേക്കും ഒന്ന് തന്നെയാകുന്നു. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായതും ഉണ്ടാവുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുള്ള ഹറുഹായും നമ്മോട് കൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദിമുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതൻ നാം ആയിടുവാൻ ജീവികളായി നടന്നപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളവരാ
എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ഞങ്ങൾക്ക് ജീവൻ ഞങ്ങൾ ശബ്ദമുയർത്തി സ്തുതി പാടുവാൻ മണ്ണിൽ നിന്ന് ഞങ്ങളെ ഉയർത്തി നൽകിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവം വന്നിനും സ്തുതിനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായി നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനമുണ്ടാകുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത വലത്തുന്നിട്ട് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുസന്നിലുള്ള പ്രസാദത്തിനുമായി ഗാൽഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ തിരുശരീര രക്തത്തെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാധകരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരവല്ലി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്ക് ഞങ്ങളുടെ ശരണോമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിലുമായി ഗാൽഗുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചുവെന്ന് ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക. ആമേൻ. യേശുവേ.
യേശുവേ. Our
നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേശുമശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാവധിക്കും പ്രതികാരത്തിനുമായി ഭവിക്കരുതേ. പിന്നെയോ ഞങ്ങളുടെ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിത്യജീവനായി തീരുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂലോകം മുഴുവൻ നിന്നെ മുട്ടുകുത്തി വന്ദിക്കും. സകലനാവുന്ന നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോടുള്ള നിന്റെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിന് ശേഷം തിരുസന്നിധിയിൽ ഞങ്ങളുടെ തലകളെ ഞങ്ങൾ വണക്കുന്നു. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞങ്ങളെയെല്ലാം വാഴ്ത്തണമേ. ഞങ്ങൾക്കുള്ള സൃഷ്ടാവേ, ഞങ്ങളെയെല്ലാം കാക്കണമേ. സകലത്തിനും ഉടയവനായി തുണയേകിടും കർത്താവേ, രക്ഷയ്ക്കുള്ള വഴിയെ നീ ഞങ്ങൾക്കെന്നും കാണിക്കാ. അലിവു നിറഞ്ഞൊരു ബലവാനേ, അനുഗ്രഹമെങ്ങൾ കേകണമേ. നല്ല പ്രയോജനമുള്ളവരായി നടത്തിയിടണമേ അടിയാരെ. മലിനന്മാരെ ശുദ്ധന്മാരാക്ക, മോഹാദുരരെ നിയന്ത്രിക്ക, പീഡിതരെ പരിരക്ഷിക്ക, രോഗികൾക്കേകിടാരോഗ്യം. ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ഇടപെട കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്വൽക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യതരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരന്മാരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നമ്മുടെ കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും വിശുദ്ധിയും മാത്രമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പോകാം. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന ശ്രീമായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസായാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ ദാസൻ ഞാൻ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ എനിക്ക് കൃപയും സഹായവും ലഭിപ്പാൻ നിങ്ങൾ മനസ്സു തെളിഞ്ഞ് സന്തോഷിച്ച് സമാധാനത്താലേ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ക്രിസ്തേശു നിൻ കുരിശാലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ശിക്ഷകൾ ഞങ്ങളിൽ നിന്നൊഴിച്ച് രക്ഷയിലാക്കി കാക്കേണമേ.
ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട ജോസ് പുന്നമട അച്ഛനോടും പുഷ്പ കൊച്ചമ്മയോടുമുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടെ ഇടവകയുടെ പേരിൽ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും സാന്നിധ്യവും ഇന്നത്തെ ശുശ്രൂഷകളും ഞങ്ങൾക്കേറെ അനുഗ്രഹകരമായിരുന്നു എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കർത്താവ് പ്രിയപ്പെട്ട അച്ഛന് വേണ്ട ആയുസ്സും ആരോഗ്യവും എല്ലാം ഈ നാളുകളിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിൻ്റെ ഒരു സർജറി അച്ഛൻ ഈ നാളുകളിൽ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രസംഗമധ്യമൊക്കെ സൂചിപ്പിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് നമ്മൾ ഈ നാളുകളിൽ പ്രാർത്ഥിക്കണം. തുടർന്നുള്ള ശുശ്രൂഷ ദൈവം നൽകുന്നിടത്തോളം അനുഗ്രഹീതമായി ചെയ്യുവാൻ, അച്ഛൻ്റെ താലന്തുകളും കഴിവുകളുമൊക്കെ നന്നായി ഉപയോഗിപ്പാൻ കർത്താവ് പ്രിയപ്പെട്ട ദാസനെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഇടവകയായി എല്ലാ പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു.